തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് ഏതാണ്ട് 3 ദിവസത്തോളം നമ്മുടെ നാടാകെ ഏറെ ശ്രദ്ധയോടെ നടത്തിയ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഒരുപക്ഷെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള താരങ്ങളെ മലയാളം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ അടിസ്ഥാനപരമായ അടയാളമായി നാം കാണുന്ന പ്രിയപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ അംഗങ്ങളെ ഞാൻ ആദ്യമായി കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഈ അവസരം ഉപയോഗിക്കുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ അഭിമാനകരമായിട്ടുള്ളൊരു സേനയായി വളർന്നു കഴിഞ്ഞു എന്ന് പറയാൻ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രത്യേകിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സേനയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക്കായ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സാധാരണ നിലയിൽ 2018 വരെ കേരളം ഈ വിധത്തിലുള്ള ഭീകരതകൾ അധികം ഏറ്റുവാങ്ങിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ വെയിലാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞായാണെങ്കിലും അതിൻ്റെ കഠിനമായ തീവ്രതയോടെ പെയ്യുകയും ചൊരിയുകയും ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങളോട് തന്നെ തുടർച്ചയായി മല്ലിടേണ്ടി വരുന്ന ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന് വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ നിർവഹിക്കുകയാണ്. സാധാരണതയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ കഴിഞ്ഞും ഒരുപക്ഷെ 365 ദിവസവും പലയിടങ്ങളിലായി പ്രകൃതി പല വിധത്തിൽ സംഹാര താണ്ഡവമാടുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ജീവിതത്തിലെ മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള 8 മണിക്കൂർ ജോലിയോ 8 മണിക്കൂർ വിനോദമോ 8 മണിക്കൂർ വിശ്രമമോ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത വിധം ഒരു പദ്ധതിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ അവസാനം കാണും വരെ, ഒരു ജീവിതം രക്ഷിക്കും വരെ തുടരുന്ന വിധത്തിൽ ആ ദൗത്യം കൊണ്ടുപോകുന്നവരാണ് കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ. ഒരു കാലത്ത് നമുക്കറിയാം 2018 ഈ കേരളത്തിലെ അതിഭീകരമായിട്ടുള്ള പ്രളയമുണ്ടാകുന്നത് വരെ പ്രവചനാതീതമായിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ടായ ഒരു കേന്ദ്രമായി മാറിയിട്ടില്ല. എന്നാൽ 2018 ഒരുപക്ഷെ നമ്മുടെ നാട് കണ്ട ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രളയത്തിൻ്റെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ തനിവാർത്തനം ഉണ്ടായപ്പോൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള ദുരന്തത്തിൻ്റെ ഒരു മേച്ചിൽ പുറമായി ഒരു നാടായി കേരളം മാറിയത് നാം കണ്ടു. വഴിമാറി ഒഴുകിയ പുഴകൾ, വെള്ളം തിരിച്ചെടുക്കാത്ത സമുദ്രങ്ങൾ, പല വിധത്തിൽ മനുഷ്യരുടെ ഹൃദയഭൂമികളിലൂടെ കടന്നുപോയ നദികൾ, മണ്ണിടിഞ്ഞും മലയിടിഞ്ഞും അതിഭീകരമായിട്ടുള്ള കുന്നുകൾ ഇടിഞ്ഞും മലയോര മേഖലയിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് ഇടവരുത്തിയ വിധത്തിലുള്ള മലയോര മേഖലയിലെ ആക്രമണങ്ങൾ. 2018 കേരളം സാധാരണത്തേതുപോലെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കാനും വൈകുന്നേരം അസ്തമിക്കാനും മനുഷ്യന് നടന്നു പോകാനും ജീവിക്കാനും കഴിയുന്ന വിധത്തിൽ മാറ്റിയെടുക്കാൻ എത്ര വലിയ പ്രയത്നങ്ങളാണ് നമുക്ക് നടത്തേണ്ടി വന്നത്. 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ ആ പ്രളയത്തിൽ പക്ഷേ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ഗിരീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടതെല്ലാം പൊതുസമൂഹത്തിന് വേണ്ടി സമർപ്പിതമായ മനസ്സോടെ ആത്മസമർപ്പണത്തോടെ ഇറങ്ങിത്തിരിച്ച സേന തന്നെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 9 ദിവസമായി മലയാളം 9 ദിവസം മുമ്പ് നമുക്ക് പരിചയപ്പെടാനില്ലാതിരുന്ന, നാം പരിചയമില്ലാതിരുന്ന, രക്തബന്ധങ്ങളൊന്നുമില്ലാത്ത, ബസ്സിൽ കയറുമ്പോഴോ കാപ്പി കുടിക്കുമ്പോഴോ പലചരക്ക് മേടിക്കുമ്പോഴോ രാവിലെ നടക്കാനിറങ്ങുമ്പോഴോ ഒരു തവണ പോലും സലാം വയ്ക്കാത്ത ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, ആഗ്രഹിക്കുകയായിരുന്നു, മനസ്സിലൊരു കനലിൻ്റെ തേങ്ങൽ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. അത് കർണാടകയിലെ ആന്തോളയിൽ കാണാതായ ഒരു മനുഷ്യന് വേണ്ടിയാണ്, ഒരു ചെറുപ്പക്കാരന് വേണ്ടിയാണ്. 10 ദിവസം മുമ്പ് വരെ നമുക്ക് ആരുമല്ലാതിരുന്ന അർജുൻ എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ 9 ദിനരാത്രങ്ങളിൽ ഒരു അനുജനെ പോലെ, മകനെ പോലെ, ജ്യേഷ്ഠനെ പോലെ, സഹോദരനെ പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് രക്ഷപ്പെട്ടെങ്കിലെന്ന്, ആ അമ്മയുടെ കണ്ണുനീരൊന്ന് തോർന്നെങ്കിലെന്ന് നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചു ചേർന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും അങ്ങോട്ട് യാത്ര പുറപ്പെട്ടും ജീവസുരക്ഷാ ക്രമങ്ങളിൽ ഏർപ്പെടാൻ സന്നദ്ധത പ്രകടിപ്പിച്ചും ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു വിങ്ങൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
ഞാൻ മറ്റൊരു സംസ്ഥാനത്തെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ആ അർത്ഥത്തിൽ തന്നെ ഗുണപരമായി കാണുന്നു. പക്ഷേ ആ അനുഭവങ്ങൾ കാണുമ്പോൾ കേരളം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ലോകം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ദുരന്ത മുഹൂർത്തങ്ങളിൽ ഇച്ഛാശക്തിയോടെ ലോകത്തിനു തന്നെ മാതൃകയായി മറ്റൊരു സംസ്ഥാനത്തിനും ചിന്തിക്കുക പോലും കഴിയാത്ത വിധത്തിലുള്ള പ്ലാനോടുകൂടി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ലോകത്തിൻ്റെ മുമ്പിൽ കേരള മോഡൽ അവതരിപ്പിക്കപ്പെടുകയാണ്, അംഗീകരിക്കപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം ലോകം അംഗീകരിക്കുന്ന അനുഭവം നമുക്കുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ദുരന്ത മുഹൂർത്തങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ദുരന്തമുണ്ടായാൽ ഒരു നഷ്ടവുമില്ലാതെ അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് എങ്ങനെ എന്നതിൻ്റെ ഒരു മാതൃക ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അഭിമാനപൂർവ്വം വാദിക്കാൻ കഴിഞ്ഞെങ്കിൽ ലോകത്ത് മുഴുവൻ ജനങ്ങൾ നൽകിയ അഭിമാനകരമായിട്ടുള്ള അംഗീകാരത്തിന് ഏറ്റവും വലിയ പങ്കുള്ളവരാണ് നിങ്ങൾ, കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് ഗവൺമെൻറ്റിന് വേണ്ടി തന്നെ പറയാൻ എനിക്കൊരു മടിയും ഇക്കാര്യത്തിലില്ല. ഇവിടെ ഞാൻ ഡൽഹിയിലുള്ളപ്പോഴാണ് ഇവിടെ ഇഴഞ്ചാൻ തോടിലെ അവിടുത്തെ മാലിന്യങ്ങൾ വിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം ജോയിയും മറ്റ് 2 അന്യ സംസ്ഥാന തൊഴിലാളികളും ഇറങ്ങുകയും അതിനെ തുടർന്ന് വലിയ ഒടുക്കുണ്ടായപ്പോൾ അവരെ കാണാതാവുകയും ചെയ്ത അത്യന്തം ദുഃഖകരവും ഖേദകരവുമായിട്ടുള്ള അനുഭവം ഉണ്ടായി. നമുക്കറിയാം, അപകടകരമായ വിധത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കനാൽ ഏതാണ്ട് 117 മീറ്റർ റെയിൽവേയുടെ 4 പാളങ്ങളുടെ അടിയിലൂടെ പോകുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോയ അനുഭവം. അകത്തേക്ക് ഇറങ്ങി തിരിച്ചാൽ തിരിച്ചു കയറാനാകുമോ എന്ന് പോലും കരുതാൻ കഴിയാത്ത ഒരു ഘട്ടം. എത്രയോ കാലം മുമ്പ് മനുഷ്യൻ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ നിറഞ്ഞ് ഒരു തരി വായു പോലും കിട്ടാത്ത വിധത്തിൽ, വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിഭീകരമായിട്ടുള്ള ദുർഗന്ധം വമിച്ചും അങ്ങോട്ട് കടന്നാൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭീതിയിലാഴ്ന്നു എല്ലാവരും പേടിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ ജീവനക്കാരായ കേരളത്തിൻ്റെ അഭിമാനകരമായ ദുരന്ത മുഹൂർത്തങ്ങളിലെ കേരളത്തിൻ്റെ ഈ പട്ടാളം നടത്തിയ പ്രവർത്തനങ്ങൾ ലോകത്തിനു മാതൃകയായി കേരളം കണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ കാണുക. മാൻഹോളിലൂടെയൊക്കെ നിങ്ങൾ ഇറങ്ങുന്ന നേരത്ത് പലയിടങ്ങളിലിരുന്ന് ആയിരക്കണക്കിന് മനുഷ്യർ ജോയിക്ക് വേണ്ടി മാത്രമല്ല അങ്ങനെ ഇറങ്ങുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും വഴിതെറ്റി പോവുകരുത് എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് ജീവനോടെ ജോയിയുടെ എന്ന പുഞ്ചിരിക്കുന്ന മനുഷ്യനെ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ പൊതു പ്രത്യേകത അതാണ്. കേരളം പല കാര്യത്തിലും മുന്നിലാണ്. അക്ഷരത്തിൻ്റെ കാര്യത്തിൽ, അറിവിൻ്റെ കാര്യത്തിൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മലയാളി ജോയിയുടെ തിരോധാനമുണ്ടായപ്പോൾ ജീവനോടെ ആ അമ്മയ്ക്ക് മുമ്പിൽ അർജുനന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചുവോ അതിലും കരുത്തോടെ അതുവരെ തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ബന്ധമില്ലാതിരുന്നൊരു ചെറുപ്പക്കാരന് വേണ്ടി, ഒരു മനുഷ്യന് വേണ്ടി രാപ്പകലില്ലാത്ത വിധം പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ പ്രതീക്ഷ നിങ്ങൾ നടത്തുന്ന ഈ ദുരിത രംഗത്തുള്ള രക്ഷാപ്രവർത്തന മേഖലയിലായിരുന്നു. എത്ര ഘട്ടങ്ങളിലാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ഘട്ടത്തിലും, അത് ദുരന്തം മലയിലാകട്ടെ, ദുരന്തം കുന്നിലാകട്ടെ, ദുരന്തം സമുദ്രത്തിലാകട്ടെ, ദുരന്തം ഒരു കുളത്തിലാകട്ടെ, ഒരു കനാലിലാകട്ടെ, ഒരു തടാകത്തിലാകട്ടെ, എന്തിനേറെ പറയുന്നു, അപകടകരമായ സ്ഥലത്ത് കാണപ്പെടുന്ന ബോംബെന്ന് സംശയിക്കുന്ന ഒരു വസ്തുവിൽ പോലും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ സംഘം എത്തിപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധയോടെ മനുഷ്യനെ രക്ഷിക്കാനുള്ള വിധത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ കേവലം തീ കെടുത്താനുള്ള ഒരു സംഘം എന്നതിൽ നിന്ന് മലയാളത്തിലെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളുടെയും മുമ്പിൽ മഴ പോലെ പെയ്യുന്ന ഒരു കുളിർ ശബ്ദമായി, ഒരു കുളിർ മഴയായി ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
ഒരു പട്ടാളക്കാരൻ അതിൻ്റെ മേജറെ സല്യൂട്ട് ചെയ്യുന്നത് പോലെ 3.5 കോടി മലയാളിക്ക് വേണ്ടി ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മുഴുവൻ ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള ധീരസേനാനികളെയും സല്യൂട്ട് ചെയ്യാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഞാനൊരു ദീർഘമായ വർത്തമാനത്തിലേക്ക് പോവുകയല്ല. പ്രിയപ്പെട്ട ഗിരീഷും ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായ എഡ്വേർഡും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അസോസിയേഷൻ്റെ പ്രവർത്തകരുമൊക്കെ പല ഘട്ടങ്ങളിൽ ഞങ്ങളെ വന്ന് കാണുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, റിസ്ക് ലെവൽസായി ഒരു സംഖ്യ മാറ്റിവെക്കാൻ ഗവൺമെൻറ് തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണത്. അവരതിലൊരു ശതമാനം കൂടി എഴുതി നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 10%. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും എൻ്റെയും മുമ്പിലൊക്കെ സമർപ്പിക്കപ്പെട്ട നിവേദനങ്ങളിൽ അതൊരു ഗൗരവപ്പെട്ട പ്രശ്നമായി മാറിയിട്ടുണ്ട്. തീർച്ചയായും അക്കാര്യം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട്, കേരളത്തിനെ പല വിധത്തിൽ പല തലത്തിൽ രക്ഷിക്കാൻ വേണ്ടി നിശ്ചയിച്ച കേരളത്തിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഏതെല്ലാം വിധത്തിൽ സഹായിച്ചാലും പിന്തുണച്ചാലും തീരാത്ത വിധത്തിലുള്ള കടപ്പാട് കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളോടുണ്ട്. ആ കാര്യത്തിൽ കേരളത്തിലെ നിങ്ങൾ ആശിക്കുന്ന വിധത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന കാര്യം വളരെ ഗൗരവത്തോടെ സർക്കാരിന് വേണ്ടി പരിശോധിക്കുകയും ചെയ്യും എന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ദീർഘമായ വർത്തമാനത്തിലേക്ക് പോവുകയല്ല. നിരവധി പരിപാടികളുള്ള ഒരു സമയത്തിനിടയിലാണ് നമ്മൾ കൂടിച്ചേരുന്നത്. പല ഘട്ടത്തിൽ ഓരോ അളവിലും തോതിലുമായി അതെല്ലാം വിശദീകരിച്ചു. ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന അനവധി മാതൃകകളിലൊന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ. യഥാർത്ഥത്തിൽ നേരത്തെ ഫയർഫോഴ്സായിരുന്ന ഒരു വിഭാഗം തീകെടുത്താനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിഭിന്നമായി ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന നാമധേയത്തിലേക്ക് മാറിയപ്പോൾ ആ നാമധേയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥതലമെന്താണോ അതിനേക്കാൾ വലിയ അർത്ഥതലത്തിലൂടെ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അത്ഭുതത്തോടെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ എത്ര ധൈര്യശാലിയായിട്ടുള്ള മനുഷ്യനും പേടിക്കുന്ന ഘട്ടങ്ങളിൽ, ഒരു പരിധിവരെ എത്ര പ്രയത്നശാലിയായിട്ടുള്ള മനുഷ്യനും എത്ര ധൈര്യശാലിയായിട്ടുള്ള മനുഷ്യനും കാലം എടുത്ത് കുത്താൻ പറ്റുമോ എന്ന് പേടിക്കുന്ന ഘട്ടത്തിൽ ഒരു മടിയുമില്ലാതെ ആ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ. ഫയർഫോഴ്സിൻ്റെ ഫയർ റെസ്ക്യൂ വിഭാഗത്തിൻ്റെ ചിലരെങ്കിലും അങ്കോളയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോവുകയോ ഭാഗമായി പോയിട്ടും അങ്ങോട്ട് കയറാൻ കഴിയാതെ പുറത്ത് നിൽക്കുകയോ ചെയ്യുന്നവരുണ്ട്. പലരും പറഞ്ഞു, ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കൊരു അനുവാദം തന്നാൽ ഞങ്ങൾ എത്ര റിസ്ക് എടുത്തിട്ടും ഇതിനേക്കാൾ കരുത്തോടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാം. പക്ഷേ അതൊരു മറ്റൊരു സംസ്ഥാനം നേരിട്ട് നടത്തുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമായതുകൊണ്ട് ആ വിധത്തിൽ നമുക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ അനുഭവങ്ങളും അനുഭവസമ്പന്നരായിട്ടുള്ള നമ്മുടെ പ്രവർത്തകരും അവരുമായി ആശയവിനിമയം നടത്തിയത് കൂടുതൽ വേഗതയിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യവും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, കഴിഞ്ഞ നിപ്പയിലും ഓഖിയിലും പ്രളയത്തിലും കോവിഡിലുമൊക്കെ നാം കാണിച്ചതുപോലെ കേരളമെന്ന ഈ സംസ്ഥാനം ഏതെല്ലാം വിധത്തിൽ കേരളത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും കേരളത്തിനെ സാമ്പത്തികമായി സഹായിക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ പുറംതിരിഞ്ഞു നിന്ന് നോക്കിയാലും ഏതെല്ലാം വിധത്തിൽ കേരളത്തിന് ലഭ്യമാകേണ്ട സഹായങ്ങൾ നൽകില്ല എന്ന് വാശി പിടിച്ചാലും കേരളം മാനവികതയുടെ ഹൃദയഭൂമികളിലൂടെ നടന്ന് ആത്മസമർപ്പണത്തിൻ്റെ കരുത്തോടെ ഒരു ദുരന്തത്തിനും മൂക്ക് താഴോട്ട് നീണ്ട 3.5 കോടി മലയാളിയെ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ കേരളം ലോകത്തിനു മാതൃകയായി മുന്നോട്ട് പോകും എന്ന് സർക്കാരിന് വേണ്ടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് പങ്കെടുത്ത ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ആശ്ലേഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.